നമ്മളിപ്പോൾ ലൂട്ടൺ എയർപോർട്ടിലേക്ക് പോവാണ്. ലൂട്ടൺ എയർപോർട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉള്ള ഹീത്രോ എയർപോർട്ടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരം മാറിയാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ബോൾട്ട് ഉപയോഗിച്ച് ഒരു ടാക്സി ബുക്ക് ചെയ്തു. ആ ടാക്സിക്ക് നമുക്ക് 50 പൗണ്ടാണ് ആയത്. 50 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 1500 രൂപ വരും ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട്. അതായത് 60 കിലോമീറ്റർ പോകാനാണ് 50 പൗണ്ട്, 1500 രൂപ. ഇവിടെ ടാക്സി ജപ്പാൻ പോലെ തന്നെയാണ്. ലണ്ടൻ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. നമ്മളങ്ങനെ ലൂട്ടൺ എയർപോർട്ടിൽ വന്ന് ഇവിടെ ലൂട്ടൺ എയർപോർട്ടിൽ നമ്മൾ ടാക്സി ആണെങ്കിലും വണ്ടി ആണെങ്കിലും നമ്മളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വരാനായിട്ട് വെറുതെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോകണമെങ്കിൽ 5 പൗണ്ട് കൊടുക്കണം വെറുതെ ഡ്രോപ്പ് ചെയ്യാൻ. ഈ ലണ്ടൻ ഔട്ട്സ്കേർട്സിലുള്ള എയർപോർട്ടുകളുണ്ട്, ഹീത്രോ അല്ലാതെ ലൂട്ടൺ, അതേപോലെ തന്നെ സ്റ്റാൻസ്റ്റഡ്, ഗാറ്റ്വിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ബഡ്ജറ്റ് എയർലൈൻസിൻ്റെ ഒരു എന്താ പറയുക ടെർമിനലാണ്. അതായത് ഇപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈസി ജെറ്റ്, വിസ് എയർ തുടങ്ങിയ ബഡ്ജറ്റ് എയർലൈൻസൊക്കെ ഇതുപോലെയുള്ള ഔട്ട്സ്കേർട്സിലുള്ള വിമാനത്താവളങ്ങളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചെറിയ പൈസയ്ക്ക് നമ്മൾ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന അൽബേനിയയ്ക്ക് ഇവിടെ നിന്ന് ആകെ ടിക്കറ്റ് റേറ്റ് എത്രയായിരുന്നു? എനിക്ക് 9000 രൂപയായത്, 9000. അതായത് നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹി പോകുന്നതിലും ദൂരം കൂടുതലുണ്ട്. ചില സമയത്ത് 1500 രൂപയ്ക്ക് 2000 രൂപയൊക്കെ ടിക്കറ്റ് കിട്ടും. എനിക്ക് ലാസ്റ്റ് ടൈം ബുക്ക് ചെയ്തുകൊണ്ട് 9000 റേറ്റ് ആയി. 14 പൗണ്ട് 15 പൗണ്ടൊക്കെ ടിക്കറ്റ് കിട്ടും ചിലപ്പോൾ ലഗേജ് ഇല്ലെങ്കിൽ. ഈ ഈസി ജെറ്റിന്റെ കൗണ്ടറുകളിലെ തിരക്ക് നോക്കി അകത്ത് കയറി വന്നപ്പോൾ ഇനി നമ്മുടെ വിസിന്റെ കൗണ്ടറിൽ എന്താണോ തിരക്കുന്ന ഒരു ഐഡിയ ഇല്ല. എല്ലായിടത്തും തിരക്കായിരിക്കും. ഇത് വേറൊരു എയർലൈനാണ്, TUI എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ പണ്ട് ഫ്ലൈ ചെയ്തിട്ടുണ്ട് ഈ എയർലൈനിൽ. പ്രയോറിറ്റി ചെക്കിൻ, അതിനാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. അടിപൊളി, അങ്ങനെ കളർഫുൾ ആട്ടോ ഈ വിസും അതേപോലെ തന്നെ ഈസി ജെറ്റും ഒക്കെ. ഓരോ എയർലൈനിനും ഓരോ കളറുണ്ട്. അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി. ഇവിടെ ലണ്ടൻ അല്ലെങ്കിൽ UK നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കിന് ഇവിടെ ഇമിഗ്രേഷൻ ഒന്നുമില്ല. ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്തിട്ട് നമ്മളിങ്ങനെ വരികയാണ്. പുറത്തേക്ക് പോകുമ്പം നോ ചോദ്യം, നോ പറച്ചിൽ, നത്തിങ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഡ്യൂട്ടി ഫ്രീയിലേക്കാണ് വരുന്നത്. നമ്മൾ യൂറോപ്പിലേക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് ഡ്യൂട്ടി ഫ്രീ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വീണ്ടും ഉള്ളത് വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്, അത് ഞാൻ അകത്തേക്ക് പോയിട്ട് പറയാം. ഡ്യൂട്ടി ഫ്രീയിലെ പ്രൈസ് ഉണ്ട് വൈസ് 2 25 പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 2800-3000 രൂപയാണ്. ഈ ഇരിക്കുന്ന ക്യാപ്റ്റൻ മോർഗനൊക്കെ 2 ലിറ്ററാണേ. ഞാനിങ്ങനെ ഡ്യൂട്ടി ഫ്രീയിലൂടെ പെർഫ്യൂമും അതേപോലെ തന്നെ സ്കോച്ചും സംഭവങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇവിടുത്തെ പ്രൈസൊക്കെ കണ്ടിങ്ങനെ അന്തം വിട്ട് നോക്കി നടക്കുമായിരുന്നു. ജെയിംസൺ 1 ലിറ്ററിന്റെ പ്രൈസ് നോക്കി ഏകദേശം 2800 രൂപ. ബ്രോ ഈ ബോർഡ് കണ്ടോ? ഈ ബോർഡിൽ കുറേ പേരുകൾ കണ്ടോ? കണ്ടില്ലേ? ഇത് നിങ്ങൾ ഏത് പേര് പറ? ഈ സ്ഥലത്തെല്ലാം ഞാൻ പോയിട്ടുണ്ട്. അതാണ് 1-2 ഒക്കെ ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഈ ബോർഡിലുള്ള എല്ലാ പേരുകളിലും ഞാൻ പോയിട്ടുണ്ടാവും. മനസ്സിലായോ? അതായത് യൂറോപ്പിലെ പല സ്ഥലങ്ങളിലേക്കുള്ള ഡെസ്റ്റിനേഷൻസ് ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ആഥൻസ്, അതേപോലെ തന്നെ തിരാന, ബുക്കറസ്റ്റ്, അന്താലിയ, പിന്നെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ, ചെറിയ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ബെൽഫാസ്റ്റ്, പിന്നെ ലിസ്ബൺ, സരേവോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? എവിടത്തെ സ്ഥലമാണെന്ന്? സരേവോ, പിന്നെ ബുഡാപെസ്റ്റ്, പിന്നെ ബൊലോന, ക്രാക്കോവ്, ഇവിടൊക്കെ നമ്മൾ പോയതാണ്. ടെല്ലവീവ് പോയിട്ടില്ല, പോകണം. ഇവിടുന്ന് ടെല്ലവീവിലേക്ക് ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടല്ലേ, അടിപൊളി. പിന്നെ ബാഴ്സലോണ, ബുക്കറസ്റ്റ്, എഡിൻബ്ര, ബാഴ്സലോണ, നീസ് ഒക്കെ നമ്മൾ പോയ സ്ഥലങ്ങളാണ്. ഇനി നിങ്ങൾ പറ ഏത് സ്ഥലമാണ് ഞാൻ പോവാത്തത്? പറ, യൂറോപ്പിൽ എവിടെയാണ് ഞാൻ പോവാത്തത്? പറയൂ. ഇതിനകത്ത് നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ 2:15 ഇവിടെ. എൻ്റെ ഫ്ലൈറ്റ് എസ്റ്റിമേറ്റഡ് 2:30 അപ്പോൾ മിക്കവാറും 3 മണിയാവും. സമയം 12:30 ആയതേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മൾ അൽബേനിയ പോകുമ്പം നമുക്കവിടെ നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്നത് ഒരു മലയാളി അച്ഛനാണ്. അതായത് ഒരു എന്താ പറയുക, നമ്മുടെ മലയാളി എവിടുത്തെ ആയിരുന്ന പള്ളി? പെരുന്തൽമണ്ണക്കാരനാ. ഒരു നമ്മുടെ മാർപ്പാപ്പയൊക്കെ ഇല്ലേ, ഏതാ ഇപ്പൊ പുതിയതായിട്ട് കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയൊക്കെ വന്നില്ലേ, അവരുടെയൊക്കെ സഭയിലുള്ള അവരുടെയൊക്കെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഒരു അച്ഛനാണ് നമ്മളെ അൽബേനിയ ഇത്തവണ ഹോസ്റ്റ് ചെയ്യുന്നത്. ചായ്വാല ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് കഫേ എന്നും പറഞ്ഞിട്ട് സ്റ്റാർബക്സ് പോലെ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണിത്. എയർപോർട്ടിനകത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഷോപ്പിംഗ് മോള് പോലെയാണ്. അതിനകത്ത് മൊത്തം റെസ്റ്റോറൻറ്റുകളും ബാറുകളും പിന്നെ ഷോപ്പിംഗ് സംഭവങ്ങളും ആദ്യം ഇത് നോക്കിയാണ്. മൊത്തം എവിടെ നോക്കിയാലും ബാറാണ്. ഇവിടെ മേളിൽ കാണുന്നത് മാസ്റ്റർ കാർഡ് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ലോഞ്ചാണ്. ആ ലോഞ്ച് ഫുള്ളാണ്. എന്തോന്നു വന്നാ ഇത്ര പെട്ടെന്ന് ബസ് ചെയ്യുന്നതാ. അവിടെ ആക്ച്വലി ഞങ്ങൾ ലോഞ്ചിൽ വന്നപ്പോഴത്തേക്കിനും താഴെ വെയിറ്റിംഗ് ലിസ്റ്റാണ്, ക്യൂ ഉണ്ട്. സ്കാൻ ചെയ്തിട്ട് എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്കാൻ ചെയ്ത് 2 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് അപ്രൂവൽ കിട്ടി. സോ വി ആർ ഇൻസൈഡ് ദ ലോഞ്ച്. അപ്പോൾ ഫുഡ് കഴിക്കാം. ഇവിടുത്തെ ലോഞ്ച് ഇവർ വലിയ ക്രൗഡഡ് അല്ല. അതായത് നമുക്ക് എന്താ പറയുക, സിമ്പിളായിട്ട് വലിയ തിരക്കില്ലാത്ത രീതിയിലാണ് ഇവരിത് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഫുഡൊന്നുമില്ല. അവിടെ ലിക്കറൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ടച്ചിങ്സ് ആയിട്ട് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ടച്ചിങ്സ് ആണല്ലോ മൊത്തത്തിൽ മെയിൻ. പിന്നെ പാസ്ത ഉണ്ട്. പാസ്ത
പിന്നെ കുറച്ച് സലാഡ്സ്, ചീസ്, ചോറുണ്ട്, ചോറ് പോർക്കിൻ്റെ ഒരു കറിയുണ്ട് ചോറിൻ്റെ കൂട്ടത്തിൽ. പിന്നെ വെജിറ്റേറിയൻ ഉണ്ട്, മിക്സഡ് ബീൻ കോളിഫ്ലവർ ചില്ലി. ഇത് കണ്ടോ, ഉരുളക്കിഴങ്ങ് ഇതാക്കി വെച്ചിരിക്കുന്നത് നോക്കി. നമുക്കിഷ്ടമുള്ള പോലെ ആ പൊള്ളിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എടുത്ത് ഉപയോഗിക്കാം. ഈ സാധനം കണ്ടോ, ഇത് പാൻ കേക്ക് ഉണ്ടാക്കുന്നൊരു മെഷീനാണ്. ഇത് കണ്ടോ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോ സൂപ്പ് കാണാൻ തന്നെ ഇത് ലുക്കാന്ന് നോക്കിയാൽ അടിപൊളിയല്ലേ. കുറച്ച് ചോറും ഒരു ഇച്ചിരി ടൊമാറ്റോ സൂപ്പ് എടുത്തു. നല്ല കിട്ടിലും ടൊമാറ്റോ സൂപ്പ് കേട്ടോ. ഞങ്ങൾ ലോഞ്ച് കയറി ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും ഗേറ്റ് അനൗൺസ് ചെയ്തു, 21 നമ്പർ ഗേറ്റ്. ഫ്ലൈറ്റ് ഒരു 10-15 മിനിറ്റ്സ് ലേറ്റാണ്. ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ വിമാനം, ഇതാണ് നമ്മുടെ ഗേറ്റ്. ആൾക്കാർ വന്ന് ഇറങ്ങി വരുന്നതേ ഉള്ളൂ, കണ്ടില്ലേ. ഇത് എയർബസ് A321 വിമാനമാണ്. ബസ്സിനാണ് ഏറ്റവും കൂടുതൽ എയർബസ് A321 വിമാനങ്ങളുള്ളത്. ശരിക്കും ബസ് പോലെ തന്നെയാണ് ഇതൊക്കെ ഓടിക്കുന്നത്, ഈ ലോ കോസ്റ്റ് എയർലൈൻസ് എല്ലാം. ബസ്സും ഈസി ജെറ്റും ഈവൻ നമ്മുടെ ഇൻഡിഗോ പോലും. അതായത് വരുന്നു, ആൾക്കാരെ ഇറക്കുന്നു, അടുത്ത ആൾക്കാരെ കയറ്റുന്നു, പോകുന്നു, സിമ്പിൾ. ഈ കിടക്കുന്ന എയർക്രാഫ്റ്റ് കണ്ടോ, പ്രിവിലേജ് സ്റ്റൈൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ പ്രിവിലേജ് സ്റ്റൈൽ എന്ന് പറയുന്നത് സബ് ചാർട്ടർ വിമാനങ്ങളാണ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ കാണുന്ന ഈസി ജെറ്റിൻ്റെ ഏതെങ്കിലും ഒരു വിമാനം പണി മുടക്കി അതിന് പകരമായിട്ട് സബ് ലീസിനെടുത്ത്, അല്ലെങ്കിൽ സബ് ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ പല പ്രൈവറ്റ് ബസ്സുകളും ഇടയ്ക്കിടയ്ക്ക് വേറെ റൂട്ടിൽ പോകുന്നത്, അങ്ങനെ പോകുന്ന ഒരു സബ് ചാർട്ടേഡ് വിമാനമാണ് പ്രിവിലേജ് സ്റ്റൈൽ എന്ന് പറയുന്നത്. വർക്ക് ചെയ്യുന്നുണ്ടല്ലേ വയർലെസ് ചാർജിങ്? മൊത്തം വയർലെസ് ചാർജിങ് വെച്ചേക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ കണ്ട ആ ഒരു ചാർട്ടേഡ് വിമാനം വിസേറിന് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. കോൺസ്റ്റൻഡ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വിമാനമാണ്. ഈ വിസേറിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ട്രോളി ബാഗ് നമുക്ക് ക്യാബിനിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടി സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ ബാഗ് ഇല്ലാതെയുള്ള ടിക്കറ്റിന് 5000 രൂപയും ഈ ബാഗ് ഉള്ള ടിക്കറ്റിന് 9000 രൂപയായിരുന്നു. അവിടെ ഒരു ATM ഇരിക്കുന്നുണ്ടോ, ആ ATMൽ യൂറോ വിഡ്രോ ചെയ്യാം, US$ വിഡ്രോ ചെയ്യാം, ടർക്കിഷ് ലിറ വിഡ്രോ ചെയ്യാം, പോളിഷ് സ്ലോട്ടി വിഡ്രോ ചെയ്യാം. അത്രയും കറൻസി, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കറൻസി ആ കാണുന്ന ATMൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതൊരു കൈൻഡ് ഓഫ് മണി എക്സ്ചേഞ്ച് പോലെ തന്നെ ഒരു ATM ആണ്. 3 വർഷം പ്രായമുള്ള ഈ കാണുന്ന വിസെയറിന്റെ എയർബസ് 321 വിമാനത്തിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇവിടെ നിന്ന് ജസ്റ്റ് 2.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്ലൈയിങ്. ഇത് ഭംഗിയല്ലേ വിസിന്റെ വിമാനം കാണാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വിസിന്റെ ഒരു ഡിസൈൻ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്യാബിനാണ്, അത് സംഭവ സൂത്രാണ്. പിന്നെ ആവശ്യത്തിന് അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്. വലിയ 6 അടി നീളമുള്ള ആൾക്കാർക്കൊക്കെ കണക്കാം. ഫ്രണ്ട് സീറ്റ് തന്നെ എടുക്കാം. എനിക്ക് ഫ്രണ്ട് സീറ്റ് ബുക്ക് ചെയ്ത് കിട്ടിയില്ലായിരുന്നു. ഞാൻ ലാസ്റ്റ് ടൈം ബുക്ക് ചെയ്തത്. ഞാൻ ഇവിടെ ഒരു നൂഡിൽസ് വാങ്ങിച്ചു ഫ്ലൈറ്റിൽ നിന്ന്. ഇതെന്ത് നൂഡിൽസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാമൻ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു ടൊമാറ്റോ സൂപ്പും വാങ്ങിച്ചായിരുന്നു. ഇത് മാഗിയുടെ ടൊമാറ്റോ സൂപ്പാണ് ഉള്ളതല്ലേ. അങ്ങനെ വീണ്ടും നമ്മൾ കടൽ തീരത്തുകൂടെ നമ്മളിങ്ങനെ ബാൽക്കൻ മലനിരകൾക്കിടയിലുള്ള അൽബേനിയ എന്ന രാജ്യത്തേക്ക് നമ്മൾ ഇറങ്ങാനായിട്ട് പോവുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ബാൽക്കൻ മലനിരകളുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബാൽക്കൻ എന്ന് പറഞ്ഞാൽ തന്നെ മലകൾ എന്നാണ് അർത്ഥം ആണോ? ബാൽക്കൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മലകളാൽ ചുറ്റപ്പെട്ട കൺട്രീസാണ്. ബാൽക്കൻ എന്ന് പറഞ്ഞാൽ മലകളാണ്. അതെ, ഏകദേശം 10-11 രാജ്യങ്ങളുണ്ട്. എൻ്റെ KL to UK ട്രിപ്പ് നടത്തുന്ന സമയത്ത് ഞാൻ അൽബേനിയ വന്നിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ 2 വർഷം മുമ്പ് അൽബേനിയ വന്നതാണ്. വിമാനത്തിൻ്റെ ജനലിലൂടെ അങ്ങ് ദൂരെ എനിക്ക് തിരാന നഗരം കാണാം. അടിപൊളി, നല്ല രസം. ഇവിടെ സമയം ഇപ്പം എത്രയെന്നറിയോ? രാത്രിയായി 7 മണി എന്തോ ആയെന്ന് തോന്നുന്നു. ഇവിടുത്തെ സമയം ടൈം ഡിഫറൻസ് ഒന്ന് നോക്കണം. നേരെ ഇരുട്ടിയിട്ടില്ല. പകൽ കൂടുതലല്ലേ ഇപ്പോൾ സമ്മറായി കഴിയുമ്പോഴത്തേക്കിന്. അതൊക്കെയാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രത്യേകത. ഇവിടെ നിന്നും വലിയ തണുപ്പൊന്നും വരാത്ത സ്ഥലമാണ്. നമുക്ക് എക്സ്ട്രീം തണുപ്പൊന്നും വരുന്നില്ല. ഒരു സിമ്പിളായിട്ടുള്ള തണുപ്പേ വരുള്ളൂ വിൻ്റർ ആകുമ്പോഴും. സമ്മർ ആകുമ്പോഴും അതേപോലെ തന്നെ നല്ല വെതറൊക്കെ ഉള്ള ഒരു ചെറിയൊരു സിറ്റി. ഈ കാണുന്ന ഇത്രേ ഉള്ളൂ സിറ്റി തിരാന. ഇവരുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണിത്. നമ്മളിപ്പോൾ വരുന്ന ഈ അൽബേനിയ എന്ന് പറയുന്ന രാജ്യം യൂറോപ്പിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഷെങ്കൻ ഒരു യൂണിയനിലെ ഭാഗമല്ല. അതുകൊണ്ട് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മൾട്ടിപ്പിൾ എൻട്രി ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ വരാം, ഇല്ലെങ്കിൽ മൾട്ടിപ്പിൾ എൻട്രി UK വിസ ഉണ്ടെങ്കിൽ ഇവിടെ വരാം. അതായത് നമുക്ക് വേറെ പ്രത്യേകിച്ച് അൽബേനിയയുടെ വിസ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. മൾട്ടിപ്പിൾ ഏരിയ ഷെങ്കനോ UK വിസ ഉണ്ടെങ്കിൽ, US വിസ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ അൽബേനിയയിൽ വരാൻ സാധിക്കും. എൻ്റെ ഇപ്പം ഷെങ്കൻ വിസ എക്സ്പയർഡ് ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ KL to UK യാത്ര കഴിഞ്ഞപ്പോഴത്തേക്കിനും ഷെങ്കൻ വിസയൊക്കെ എക്സ്പയർഡ് ആയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ UK വിസ വെച്ചിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ഇത് ഭംഗിയാണെന്ന് നോക്കി. ഇവിടുത്തെ ഈ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഒലീവ് മരങ്ങളാണ് ഈ താഴെ നിൽക്കുന്നത്.
ഇതൊരു പ്രൈവറ്റ് ജെറ്റ് കിടക്കുന്നുണ്ടോ? ഇപ്പൊ വൈകിട്ട് രാത്രി 7 മണിയായിട്ട് ഇവിടെ. ഈ രാജ്യത്തേക്ക് വിസ്തേർ മാത്രമാണെന്ന് തോന്നുന്നു ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു 10-15 വിസ്തേറിന്റെ വിമാനം ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുക. നോക്കി, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് തിരാന. വെൽക്കം ടു അൽബേനിയ. അങ്ങനെ നമ്മൾ അൽബേനിയയിൽ എത്തിയിരിക്കുകയാണ്. പുള്ളി നമ്മളെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്തു? 2 ഇന്ത്യക്കാരല്ലേ? 2 ഇന്ത്യക്കാരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ലല്ലോ അല്ലേ? ഹായ്, ഞാൻ കഴിഞ്ഞ തവണ അൽബേനിയ വന്നപ്പോഴത്തേക്കിനും ഉണ്ടായിരുന്ന എയർപോർട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ എയർപോർട്ട്. എന്തൊക്കെയോ കുറെ മാറ്റങ്ങളൊക്കെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഭയങ്കര തിരക്കാണല്ലോ ഇപ്പം. മൊത്തം നല്ല കിടിലം കാലാവസ്ഥയും. ഇമിഗ്രേഷനിൽ ഒന്നും ചോദിച്ചില്ല അല്ലേ? ഒന്നും ചോദിച്ചില്ല. ഇറ്റ് വാസ് വെരി സിമ്പിൾ. എന്നോടൊന്നും ചോദിച്ചില്ല, വാസുവിനോടൊന്നും ചോദിച്ചില്ല. നമ്മൾ ജസ്റ്റ് ഇവിടുത്തെ ഇമിഗ്രേഷനിൽ ഇവർ സ്റ്റാമ്പ് പോലും ചെയ്യില്ല. പാസ്പോർട്ടിൽ നോ എൻട്രി എക്സിറ്റ് നത്തിങ്. ഒരു സ്റ്റാമ്പ് പോലും ഒന്നും. അങ്ങനെ നമ്മുടെ ബിനു അച്ഛൻ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ വണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഡ്രൈവറാണെന്ന് തോന്നുന്നു. അപ്പം അത് നമ്മളെ പിക്ക് ചെയ്ത് ഇപ്പം എങ്ങോട്ടാണ് കൊണ്ടുവന്നേ? നമ്മളിന്ന് അവിടെ താമസിക്കുന്നത് അതല്ലേ തീരുമാനമായോ? എല്ലാം റെഡിയാണ്, എല്ലാം കഴിക്കാം. നശിക്കുന്നു. ഇത് ഫാസിൽ ബ്രോയുടെ മുറി. നല്ല അടിപൊളി മുറി. എൻ്റെ മുറി അപ്പുറത്താണ്. നീ കാണുന്നതാണ് എൻ്റെ മുറി. ഫാസിൽ ബ്രോയ്ക്ക് എനിക്ക് സെപ്പറേറ്റ് മുറിയുണ്ട്. ഓ, ഇത് കണ്ടു. ബാത്റൂം നോക്കി, അടിപൊളി ബാത്റൂം. ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നോക്കി. സോപ്പ്, പേസ്റ്റ്, പിന്നെ ഷാമ്പൂ, അങ്ങനെ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ, നമ്മളിപ്പോൾ ആക്ച്വലി എവിടെയാണ് ഉള്ളതെന്നറിയോ? നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ അൽബേനിയയിൽ കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനകത്താണ്. അവരുടെ പ്രൊഫസേഴ്സിനൊക്കെ താമസിക്കുന്ന അവരുടെ ഗസ്റ്റ് ഹൗസ് ആണത്. അപ്പോൾ ഈ കാത്തലിക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഇവിടുത്തെ ഒരു മെയിൻ ആളാണ് നമ്മളിവിടെ കാണാൻ വന്നത്, നമ്മുടെ ബിനു അച്ഛൻ. അപ്പോൾ ഇതാണ് ബിനു അച്ഛൻ. ബിനു അച്ഛൻ ഹായ്. ബിനു അച്ഛൻ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. പെരിന്തൽമണ്ണക്കാരനാണല്ലേ? അല്ല, മലപ്പുറം ജില്ല വെറ്റിലപ്പാറക്കാരനാണ്. ഇപ്പോൾ ഇവിടെ അൽബേനിയയിൽ ഇവരുടെ, അതായത് ശരിക്കും ഇത് കാത്തലിക് യൂണിവേഴ്സിറ്റി, ശരിക്കും നമ്മുടെ വത്തിക്കാൻ സഭയുടെ കീഴിലുള്ള ഒരു സന്യാസ സഭയുടെ കീഴിലുള്ള യൂണിവേഴ്സിറ്റി. ഇത് നമ്മൾ ഇന്ത്യയിൽ എവിടെ ഉണ്ടെന്നാ പറഞ്ഞത്? ഇന്ത്യയിൽ നമുക്ക് പെരിന്തൽമണ്ണ നമുക്ക് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട്. അതും കത്തോലിക്ക സഭയുടെ കീഴിലാണോ? അത് ഞങ്ങളുടെ സഭയുടെ കീഴിലാണ്. ഓ ശരി. അപ്പൊ അങ്ങനെയാണ് അച്ഛൻ ഇവിടെ എത്തിപ്പെട്ടത്. സഭയുടെ ഭാഗമായതുകൊണ്ട് ഇവിടെ പെരിന്തൽമണ്ണ സെന്റ് മേരീസ് കോളേജ്. അടിപൊളി. മേരീസ് കോളേജ് ഉണ്ട്, പിന്നെ MBA കോളേജ് ഉണ്ട്, മോണ്ടി ഇന്റർനാഷണൽ പറഞ്ഞ MBA കോളേജ് ഉണ്ട്, പിന്നെ സെന്റ് ജോസഫ് സ്കൂൾ ഉണ്ട്, കുറെ ഉണ്ട്. അവിടെ തന്നെ ഏകദേശം 12 ഏക്കറിൽ ഒരു ക്യാമ്പസ് ആണ്. എന്തായാലും അച്ഛൻ നല്ല അടിപൊളിയായിട്ട് ഇറ്റാലിയൻ ഭാഷയൊക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മളിപ്പോ എന്ത് ഫുഡാ കഴിക്കാൻ പോകുന്നത്? ഇറ്റാലിയനോ? ഫിഷ് കഴിക്കാൻ പോകുന്നത്. ഫിഷ് ഇറ്റാലിയൻ ആണോ അൽബേനിയൻ ആണോ? മിക്സ് ആയിട്ടുള്ള അൽബേനിയൻ പൊളിയായിരുന്നു. പൊളി ഫുഡായിരുന്നു. നമ്മൾ കഴിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറെ ഫുഡ് അടിച്ചതാ. ഫുഡ് അടിച്ച് ഞങ്ങൾ 2 കിലോ കൂട്ടിയിട്ടാ പോയത്. ഇവിടെ ഇവിടെ ഭയങ്കര അടിപൊളി ഫുഡാണ് കിട്ടുന്നത്. നമുക്കപ്പം ഈ വണ്ടിയിൽ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാം. ഈ കാണുന്ന ബിൽഡിങ്ങിലാട്ടോ നമ്മൾ താമസിക്കുന്നത്. ഇതിന്റെ മേളിലായിരുന്നു നമ്മുടെ റൂം. ഇതിന്റെ താഴെ ലാബോറട്ടറി മറ്റുമൊക്കെ പരിപാടികളൊക്കെയാണ്. ഇത് ഏകദേശം ഒരു 10-35 ഏക്കർ വരുന്ന ഒരു സ്ഥലത്താണ് ഇവരുടെ ഈ യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ ഹോസ്പിറ്റലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാനായിട്ട് പോകാം. നമ്മളിപ്പോൾ ഇവരുടെ യൂണിവേഴ്സിറ്റിക്കകത്തൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ കണ്ടില്ല, ഇവിടെ പിള്ളേർ വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിവിടെ ഒരു ഫിഷ് റെസ്റ്റോറൻറ്റിൽ ഫിഷ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അടിപൊളി. കയറി വരുമ്പോൾ തന്നെ ഫിഷൊക്കെ ഇരിക്കുന്നുണ്ടോ? നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യിപ്പിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കടയാണ്. ഇത് പൊളിച്ചു. എന്തോരം കളർഫുൾ മത്സ്യങ്ങളാണ് ഇരിക്കുന്നതെന്ന് നോക്കി. ഇവിടെ കയറി വന്നപ്പോൾ തന്നെ നോക്കി, ഇതിനകത്ത് ഒരു ലോഡ് വൈൻ വെച്ചിരിക്കുന്നത് കണ്ടോ? വൈൻ ബോട്ടിൽസ്. എന്തോരം വൈൻ ബോട്ടിൽ. അത് ആക്ച്വലി ചിൽഡാണ് കണ്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിന്നർ അച്ഛൻ്റെ കൂടെയാണ്. അച്ഛൻ ഇവിടെ സ്ഥിരമാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാവർക്കും അച്ഛനെ ഭയങ്കര പരിചയമുണ്ട്. അച്ഛൻ വന്നപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര ടേക്ക് കെയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ സിഗാറൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ? ആ ഒരു ഇതിനകത്ത് സിഗാർ, പല ടൈപ്പ് ഓഫ് സിഗാർ. നമ്മുടെ ഭക്ഷണം എത്തിയിട്ടുണ്ട്. നമ്മുടെ അവിടെ നേരത്തെ നമ്മൾ ആ അലമാരിക്കകത്ത് കണ്ട ഫിഷ് എല്ലാം കൂടെ കുക്ക് ചെയ്ത് കൊണ്ട് തന്നിട്ടുണ്ട്. കുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം. കുക്ക് ചെയ്തിട്ടുണ്ടോ അച്ഛാ? ഉണ്ടല്ലേ? ഗ്രിൽഡാണ്. ഗ്രിൽഡ് ഫിഷാണ് കൊണ്ട് തന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നോരോന്നായി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഫിഷ് കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും റിസോർട്ടോ വന്നിരിക്കുകയാണ്. റിസോർട്ടോ എന്ന് പറയുന്നത് ഇറ്റാലിയൻ സംഭവമാണ് റിസോർട്ടോ. അതൊരു ചോറ് പോലത്തെ ഒരു സാധനം കൊഞ്ചൊക്കെ ഇട്ടിട്ടുള്ള ഒരു റിസോർട്ടോ. അടിപൊളി. നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഒരു എന്തോ ഒരു ഇറ്റാലിയൻ ഡെസേർട്ടും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ കൊണ്ട് തന്നിട്ടുണ്ട്. അടിപൊളി. ബൈ 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 ബൈ. അച്ഛൻ താമസിക്കുന്നത് ഈ കാണുന്ന ഇവിടെ ഏതോ ഒരു
ഒഫീഷ്യൽ ഹെഡ് ക്വാർട്ടേഴ്സോ അല്ലെങ്കിൽ എന്തോ ക്വാർട്ടേഴ്സ് എന്തോ ആണ്. ഗുഡ് നൈറ്റ് ബൈ 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 ബൈ. അങ്ങനെ അച്ഛൻ വീട്ടിൽ പോയി, നമ്മളും വീട്ടിൽ വന്നു. യെസ്, നല്ല ഉറക്കം വരുന്നുണ്ട്, പോയി കിടന്ന് ഉറങ്ങാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കിനും പിള്ളേരൊക്കെ കോളേജിൽ പോകാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഉണ്ടാവും എനിക്ക് പിള്ളേരൊക്കെ കോളേജിൽ വരികയാണ്. അപ്പോൾ ദിസ് വാസ് മൈ റൂം. ഉണ്ടാവും സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. രാവിലെ എണീറ്റ് കുളിയും തന്നെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ പുറത്തേക്ക് പോകണം. ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെയും കൂടി 2 ദിവസം ഞാനിവിടെ ഉണ്ട്. കാരണം എനിക്കിവിടെ കുറച്ച് വീഡിയോസും മറ്റൊക്കെ വേറെയൊക്കെ എടുക്കാനുണ്ട്. അതിന് വേണ്ടിയാണ് ഇവിടെ വന്നത്. ബാക്കി സംഭവങ്ങളൊക്കെ പറയാം. പിന്നെ ഇപ്പോൾ രാവിലെ അച്ഛനെ കാണണം. അച്ഛൻ രാവിലെ മാസിന് വരാൻ പറഞ്ഞായിരുന്നു. പറ്റുമെങ്കിൽ മാസിന് പോകാനായിട്ട് പറ്റിയില്ല. നമ്മൾ എണീറ്റപ്പോൾ ലേറ്റ് ആയിപ്പോയി. കുഴപ്പമില്ല, നാളെ പോകാം. ഇപ്പോൾ ഒരാൾ വരുവേ, നോക്കോണേ. ഇതാരേത് ഇത് എന്ത് കൊള്ളാലോ. ആ, അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര പ്രൊഫഷണൽ ലുക്ക്, പൊളിച്ച്. നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാലേ പിള്ളേരൊക്കെ തെറ്റിദ്ധരിക്കും. അംഗത്തിലേതാ പുതിയ 2 പിള്ളേരെന്ന് നോക്കും. അല്ല, നമ്മൾ 2 ആൾക്കാരെ കണ്ടിട്ടേ ഇവർ ഏത് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വന്നാന്നൊക്കെ കരുതിയാലോ. പിള്ളേരൊക്കെ ഇവിടുത്തെ പിള്ളേരെ അങ്ങനല്ല, ഞാൻ 2 പേരെയും കൂടെ ചേർത്താ ഉദ്ദേശിച്ചത്. പോവാം. ക്യാമ്പസ് ഒക്കെ നോക്ക്, എന്ത് അടിപൊളി ക്യാമ്പസ് അല്ലേ. കാത്തലിക് യൂണിവേഴ്സിറ്റി എന്നാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ പേര്. അൽബേനിയയില് ക്യാപിറ്റൽ ആയിട്ടുള്ള തിരാന സെൻട്രലിൽ തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഇത് നമ്മുടെ വത്തിക്കാൻ സഭയുടെ കീഴിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇതൊരു 10-35 ഏക്കർ വരുന്നൊരു സ്ഥലത്തുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. അടിപൊളി. അച്ഛൻ രാവിലെ വന്നല്ലോ. ഗുഡ് മോർണിംഗ് അശോ. യെസ്, എനിക്ക് കോട്ട് സൂട്ടൊന്നും ഇല്ല കേട്ടോ. കുഴപ്പമില്ല. ഈ ഒരു കാത്തലിക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെയുള്ള ഇവരുടെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഞാനിപ്പം പോകുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ, ഞാൻ സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയുടെ അവരുടെ ബ്രാൻഡ് അംബാസിഡർ ഒക്കെ ആണെന്നുള്ളത്. കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി സ്റ്റഡി ലിങ്ക്സും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കാത്തലിക് യൂണിവേഴ്സിറ്റി ഇവിടെ അൽബേനിയയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രൊമോഷണൽ വീഡിയോസൊക്കെ എടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിപ്പം ഇവിടെ വന്നിരിക്കുന്നത്. അത് നമ്മൾ വേറെ വീഡിയോസും മറ്റുമൊക്കെ ആയിട്ട് വിശദമായിട്ടുള്ള ഇവിടുത്തെ കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ മറ്റ് ചാനലുകളിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. കാപ്പി കുടിക്കാന്നല്ലേ അച്ഛൻ പറഞ്ഞേ? കാപ്പി കുടിക്കാം. ഈ കാണുന്നതാണ് ഹോസ്പിറ്റൽ. ഇവിടെ കംപ്ലീറ്റ് കാണുന്ന ബിൽഡിംഗ് മൊത്തം ഹോസ്പിറ്റലാണ്. കാത്തലിക് ഹോസ്പിറ്റൽ, ഡെന്റൽ ഹോസ്പിറ്റൽ. എല്ലാ ഹോസ്പിറ്റലും ഉണ്ട് ഇവിടെ. ഡെന്റൽ ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്. അത് ഹോസ്പിറ്റൽ നമുക്ക് കാണാം. ഓക്കെ, ഇതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ സ്ഥലമാണ്. കംപ്ലീറ്റ് പാർക്കിംഗ് ഏരിയ. അതുകൊണ്ട് ഈ കാണുന്നതിനടിയിൽ സ്റ്റുഡൻസിന്റെ ക്യാൻറ്റീൻ. അങ്ങനെ മൊത്തത്തിൽ സമ്മർ ആകുമ്പോഴത്തേക്കിനും ഭയങ്കര കളർഫുൾ ആണ്. ഇവിടെ വിന്ററിൽ വലിയ തണുപ്പൊന്നും വരില്ലല്ലോ അല്ലേ? വലിയ തണുപ്പില്ല. ഇതിപ്പോ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉണ്ടല്ലേ. ഓരോരോ സാധനങ്ങളൊക്കെ ഇവിടെ. അടിപൊളിയാണല്ലോ. കുറേ സംഭവങ്ങളുണ്ട്. എന്ത് വേണേലും നമുക്ക് എടുത്ത് കഴിക്കാവുന്ന രീതിയിലുള്ള സംഭവം. വെറുതെ അല്ല, പൈസ കൊടുത്ത് കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ക്യാൻറ്റീൻ. അപ്പോൾ അടിപൊളി ഒരു സെറ്റപ്പ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ക്യാൻറ്റീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേണം. ഇവിടെ തൊട്ട് മുമ്പിൽ ഇപ്പുറത്ത് ഈ കാണുന്നതാണ് ഹോസ്പിറ്റൽ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ. ഇത് ആക്ച്വലി പബ്ലിക് ഹോസ്പിറ്റലാണ്. എത്ര ബെഡൊക്കെ ഉള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. നമുക്ക് 40 ബെഡേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഐ ക്ലിനിക്ക് സെപ്പറേറ്റ് ഉണ്ട്, ഡെന്റൽ ക്ലിനിക്ക് സെപ്പറേറ്റ് ഉണ്ട്, ഫിസിയോതെറാപ്പി സെപ്പറേറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ എല്ലാം ജനറൽ ഹോസ്പിറ്റലാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണാം ഹോസ്പിറ്റൽ. അച്ഛനെ ഞാൻ സമ്മതിച്ചോട്ടോ. കാരണം അച്ഛനെ എങ്ങനെ എത്ര ഈസി ആയിട്ടാണ് ഭാഷ ഹാൻഡിൽ ചെയ്യുന്നത്. ഇറ്റാലിയനിൽ പുള്ളിയോട് പറഞ്ഞിട്ട് അതിനിടയ്ക്ക് മലയാളത്തിൽ നമ്മളോട് പറയും. ഇത് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആവില്ല. പിന്നെ അതിനിടയ്ക്ക് ഇംഗ്ലീഷിൽ പറയും. വേറെ ഏതെങ്കിലും ഭാഷ അറിയാം വെച്ചാ? തമിഴ്, തെലുങ്ക്, നമ്മുടെ നാട്ടിലെ ഭാഷകളൊക്കെ അറിയാം. തമിഴ്, തെലുങ്ക്, കന്നഡ. പക്ഷെ ഇപ്പൊ എല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിപ്പോ. അത് ശരി. നമ്മളിപ്പോൾ ഉള്ളത് കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് ആണ്. ഈ ക്യാമ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു കോളേജ് ക്യാമ്പസ് അല്ല, അതൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് മാത്രമല്ല. ഇവിടെ നമുക്ക് ഈ കാണുന്ന ഹോസ്പിറ്റൽ, ഇത് ഡെന്റൽ ഹോസ്പിറ്റൽ. പിന്നെ ഈ കാണുന്ന എന്തുവായിരുന്നു വെച്ചാൽ ഇതെന്തായിരുന്നു? അത് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഇവിടെ? ഇതിനകത്ത് ഫിസിയോതെറാപ്പി സെന്റർ, പിന്നെ ക്ലിനിക്സ്, ലാബ്, ഫിസിയോതെറാപ്പി, പിന്നെ അതുപോലെ തന്നെ സ്റ്റാഫിന്റെ താമസം, നമുക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ക്യാൻറ്റീന്, റെസ്റ്റോറന്റ്, അങ്ങനെ മൊത്തത്തിൽ ഗ്രൗണ്ട്. അപ്പൊ പബ്ലിക് എപ്പോഴും ആക്സസിബിൾ ഉള്ള ഒരു സ്ഥലമാണ് അല്ലേ? ഇവിടെ കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യം ഉണ്ടോ? ഇവിടെ കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യം നമ്മൾ ഇതുവരെ ആയിട്ടില്ല. നമ്മൾ അതിനുവേണ്ടി സ്ഥലമുണ്ട്. പക്ഷെ നമുക്ക് പ്രോജക്റ്റ് ഉണ്ട്. അത് നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവര് പുറത്താണ് ഇപ്പൊ താമസിക്കുന്നത് കുട്ടികളൊക്കെ? അതെ. ഔട്ട്സൈഡ് ദ ക്യാമ്പസ്. ഓക്കെ.
ഓ ഇതാണ് അച്ഛൻ്റെ ആ ഓഫീസ്. നമ്മുടെ ഓഫീസ്. ഓ ഞങ്ങളങ്ങനെ ഫാദറിൻ്റെ ഓഫീസിൽ പോയി നമ്മൾ കുറേ വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി മൊത്തത്തിൽ ചുറ്റി നടന്നു. ഇനി നമുക്ക് ഹോസ്പിറ്റലും കൂടെ കാണാനുണ്ട്. പിന്നെ എന്താ കാണാനുള്ള ഹോസ്പിറ്റലും അതും കൂടെ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കണ്ടു. ഇവരുടെ ക്ലാസ് റൂംസ് ഒക്കെ കണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തില്ല, പിന്നെ കാണിച്ചു തരാതൊക്കെ. അപ്പോൾ നമ്മളിപ്പം ലഞ്ച് കഴിക്കാൻ പോവാണ്. കറക്റ്റ് മൂന്ന് നേരം കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണമല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, രാത്രി ഡിന്നറൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കണ്ടേ. അപ്പോൾ ഇവിടെ നമ്മൾ രാവിലെ കഴിക്കാൻ പോയി അടുത്ത് തന്നെയാണ് കഴിക്കുന്നത്. ഇറ്റാലിയൻ ഫുഡ് തന്നെയായിരിക്കും. ആണോ? യെസ്. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇത് ഇവരുടെ പ്രൊഫസേഴ്സും അതേപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ ഭക്ഷണം കഴിക്കുന്നവരുടെ സ്ഥലമാണ്. ആ വെളുത്ത ഉടുപ്പിട്ടിരിക്കുന്ന ആൾ കണ്ടില്ലേ, പുള്ളി അങ്ങോട്ട് നോക്കിയിരിക്കുന്ന ആളാണ്. പുള്ളി ഇവിടുത്തെ ഒരു MP ആണ്. ഞങ്ങൾ ഇത്ര നേരം പുള്ളിയോട് സംസാരിക്കുമായിരുന്നു. അൽബേനിയയിലെ ഒരു MP ആണ് പുള്ളി. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഫുഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വരട്ടെ. ഇത് അൽബേനിയ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുൾ ഇറ്റാലിയൻ സംഭവമാണ്. ഇവിടെ മൊത്തം ഇറ്റാലിയൻ സംസാരിക്കുന്ന ആൾക്കാർ, ഇറ്റാലിയൻ ഫുഡ്, പാസ്ത, അതൊക്കെയാണ്. പാസ്ത ഹായ്, കൊള്ളാലോ. നമ്മൾ പാസ്ത കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും വേറെ കുറേ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ പാസ്ത ആദ്യം കഴിക്കും. അത് കഴിച്ചതിന് ശേഷമാണ് സലാഡ്സ് ഒക്കെ കഴിക്കുന്നത്. പാസ്ത കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് സലാഡ്സും പിന്നെ പുഴുങ്ങിയ കിഴങ്ങും പിന്നെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ വന്നത്. നമ്മൾ ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ കാണാൻ വേണ്ടി പോവാണ്. അതായത് ഈ കാണുന്ന സ്ഥലത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഹോസ്പിറ്റൽ. ഞാനിവിടെ വന്നപ്പോൾ ഇത് കറങ്ങി നടക്കുമ്പോൾ പോലും ഞാൻ ആലോചിക്കുന്നതാണ്, രോഗികളെ കാണുന്നില്ല, വരുന്ന ആൾക്കാരെ കാണുന്നില്ല, ഇവിടെ ക്രൗഡിനെ കാണുന്നില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇദ്ദേഹമാണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ്. അതായത് ഈ കംപ്ലീറ്റ് സ്ഥലത്തിൻ്റെ ആർക്കിടെക്റ്റും പിന്നെ എന്താ പറയുക പണിയൊക്കെ ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഇവിടുത്തെ വലിയ പുള്ളിയാ അല്ലേ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അച്ഛൻ കളിക്കാൻ പോയി. അച്ഛൻ എന്ത് കളിയാ, വോളിബോളോ ഫുട്ബോളോ എന്തോ കളിയുണ്ട്, പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വൈകിട്ട് കളിക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റൽ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ആശുപത്രിയിൽ തിരക്കൊക്കെ കഴിഞ്ഞു. രാവിലെ ഞങ്ങൾ ഇതിലൂടെയൊക്കെ ഒന്ന് പുറത്തൂടെ കറങ്ങി നടന്നപ്പോഴത്തേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ മറ്റേ എന്താ പറയുക പ്രൈവറ്റ് ആശുപത്രികൾ പോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്. അവിടെ നമുക്ക് മദർ തെരേസനെയും അതേപോലെ തന്നെ മാർപ്പാപ്പയുടെ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. 2018 ഇവർ ഇവിടെ ഈ ആശുപത്രി ആരംഭിക്കുന്നത്. ഈ 5 സ്റ്റാർ ഹോസ്പിറ്റൽസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള ഒരു മോഡേൺ, അൾട്രാ മോഡേൺ ഹോസ്പിറ്റലാണ് ഇത്. ഡെർമറ്റോളജി, യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒന്നുമില്ല കേട്ടോ. ഇവിടെ ഓങ്കോളജി ഉണ്ട്. ഓങ്കോളജിയിൽ നമുക്ക് ഈ കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഇതിലേ വന്നപ്പോഴേ ഇവിടെ ആൾക്കാരിരുന്ന് കീമോതെറാപ്പി ചെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം എന്താ പറയുക കൊള്ളാവുന്ന ആശുപത്രികളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കിടന്ന് ചികിത്സിക്കുന്ന പേഷ്യൻസിനെയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെച്ചറിൽ കൊണ്ടുവന്ന പേഷ്യൻസിനെയോ ഒന്നും നമ്മൾ പബ്ലിക് നടക്കുന്ന സ്ഥലങ്ങളിൽ കാണാൻ പറ്റില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഒരു കുറച്ച് കോൺഫറൻസിലൊക്കെ ആയിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പത്തോളജിക്കൽ അനാട്ടമി ക്ലിനിക്കൽ ലബോറട്ടറീസ്. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഒരു ലെവൽ താഴേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓ അടിപൊളി, നൈസ്. ഇത് റേഡിയോളജി ആൻഡ് പത്തോളജി ലബോറട്ടറീസും മറ്റ് സംഭവങ്ങളൊക്കെയാണ് ഇത്. അടിപൊളി. ഇവിടെയൊക്കെ ഇരിക്കുന്ന മെഷീനറീസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഒക്കെ നോക്കിയാൽ എന്തൊക്കെ സംഭവങ്ങളാണെന്ന്. എന്തോരം അൾട്രാ മോഡേൺ എക്യുപ്മെന്റ്സ് ഒക്കെയാണ് ഇരിക്കുന്നത് ഇവിടെ. വമ്പ സെറ്റപ്പ് ആട്ടോ അത്. ഇതൊക്കെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എന്തായിരിക്കും ചോദിച്ചാലോ? ഇതെന്തോ ഒരു അനാലിസിസ് മെഷീനാണ്. അതായത് ബയോ കെമിക്കൽ അനാലിസിസ് മെഷീനോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അയ്യോ നമ്മളെ ഈ ബ്ലഡും സംഭവങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ട് ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ. ഇത്രയും വലിയ മെഷീൻസ് ഒക്കെയാണ്. ഇതിനൊക്കെ എത്ര കോസ്റ്റ് ആയിരിക്കും എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഒരു സൈഡ് കംപ്ലീറ്റ് ഈ ഒരു കളർ ഷെയ്ഡ്, ഇപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ് വേറൊരു കളർ ഷെയ്ഡ്. ഇതൊക്കെ എന്താണിത്? ഡയഗ്നോസ്റ്റിക് ഇമേജിങ്. ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് തിയേറ്റർ ഏരിയയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ ഈ ബാങ്കിൻ്റെയൊക്കെ സേഫ് ലോക്കറിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള വലിയ ഡോറ് കണ്ടോ? അത്തരത്തിലുള്ള എന്താ പറയുക ആക്സസ് കാർഡൊക്കെ വെച്ചിട്ടുള്ള ഡോറുകൾ. ഇതിനകത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം ഓപ്പറേഷൻ തിയേറ്റർ ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കൊക്കെ പോകാം. ഇല്ലെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റായിട്ട് പോകാം അല്ലേ, എന്തെങ്കിലും പരിപാടിക്ക്. അല്ലാണ്ട് പോകാൻ പറ്റില്ല. അല്ല അങ്ങനെ പോകാൻ പറ്റുള്ളൂ. തീരെ താല്പര്യമില്ലാത്തൊരു ഏരിയ ആണത്. എനിക്ക് ഇതിനകത്ത് കയറിയിട്ട് മൊത്തം വഴിയൊന്നും മനസ്സിലാവാതെ കൺഫ്യൂഷനായിട്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. പുള്ളി ഉള്ളതുകൊണ്ട് പുള്ളിയുടെ പുറകെ ഇങ്ങനെ പോകുന്നു. ഇതെനിക്ക് തോന്നുന്നു എക്സ്റേ റൂമാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ലൈറ്റൊക്കെ കാണാം. ഇതൊന്നാണ് CAT ആൻഡ് RMN കമാൻഡ്സ്. സ്കാനിങ്ങാ? CT സ്കാൻ പരിപാടികളോ?
മറ്റേ അത് തന്നെ അടിപൊളി. ഇപ്പൊ ഇവിടെ ഒരു സൈഡിൽ നമുക്ക് MRI കാണാൻ പറ്റും, ഇവിടെ ഇപ്പുറത്ത് നമുക്ക് CT സ്കാൻ കാണാൻ പറ്റും. ഫിലിപ്സിന്റെ CT സ്കാൻ മെഷീൻ. ഈ കാണുന്ന മെഷീൻസും ഇതുപോലുള്ള സംഭവം ശരിക്കും ഇതൊക്കെ ഒരു ഹോസ്പിറ്റലൊക്കെ സെറ്റാക്കാന്ന് പറഞ്ഞാൽ എത്ര പൈസയല്ലേ, എത്ര ഈ മെഷീനുകളൊക്കെ എത്ര കോടികളായിരിക്കും വില. ഇപ്പുറത്തിരിക്കുന്നത് MRI മെഷീൻസ്. ഈ പുള്ളിയാണ് ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആള്. നമ്മുടെ ഈയിടെ മരണപ്പെട്ട നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് ഉണ്ടല്ലോ, അദ്ദേഹം അൽബേനിയയിൽ വന്ന സമയത്ത് ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ഈ ചാപ്പൽ സന്ദർശിച്ചിരുന്നു എന്നാണ് നമ്മളോട് ഇദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമുക്കിവിടെ പല സ്ഥലത്തായിട്ട് ഈ ഹോസ്പിറ്റലിലും ക്യാമ്പസിലും ഒക്കെ കാണാൻ സാധിച്ചു എനിക്ക്. ഇത് പോപ്പ് ജോൺ പോൾ II ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പോപ്പ് ജോൺ പോൾ അദ്ദേഹവും അതേപോലെ തന്നെ മദർ തെരേസയും കൂടെ നിൽക്കുന്ന ഒരു ചിത്രം നമുക്കിവിടെ കാണാം. ഇങ്ങനത്തെ ഒരു ചിത്രം നമുക്ക് പല സ്ഥലത്ത് കാണാൻ സാധിക്കും, ഇവിടെ ഹോസ്പിറ്റലിലും ബാക്കിയുള്ള സ്ഥലത്തും. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഈ അൽബേനിയ എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ തൊട്ട് സമീപത്താണ് നോർത്ത് മസിഡോണിയ. ഈ നോർത്ത് മസിഡോണിയ ഭാഗത്താണ്, അവിടെയാണ് ശരിക്കും മദർ തെരേസ ജനിച്ചതെന്നാണ് പറയുന്നതല്ല, അതെ, നമ്മളവിടെ പോയതാണ് നമ്മൾ KL2 യാത്രയുടെ സമയത്ത്. അപ്പോൾ ഈ അൽബേനിയൻ വംശജയായിട്ടുള്ള ഒരാളായിരുന്നു മദർ തെരേസ. ശരിക്കും ഈ അൽബേനിയയും മസിഡോണിയയും ഇതൊക്കെ പണ്ടൊന്നായിരുന്നല്ലോ, പിന്നീട് ഈ പറഞ്ഞ പോലെ അതിർത്തികൾ വന്ന് രാജ്യങ്ങളായിട്ട് മാറിയതാണല്ലോ. അപ്പോൾ അതാണ് ഈ സ്ഥലങ്ങളിൽ നമുക്ക് അൽബേനിയയിലും അതേപോലെ തന്നെ മസിഡോണിയയിലും കൊസോവോയിലുമൊക്കെ നമുക്ക് മദർ തെരേസയോടനുബന്ധിച്ചുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇത്രയൊക്കെ സംഭവമാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പേഷ്യൻസിനെ കിടത്തി ചികിത്സിക്കുന്ന മുറി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഒരു empty റൂം ഞാൻ കാണിച്ചു തരാം. പേഷ്യൻസിനെ കിടത്തുന്ന മുറിയാണ്. പേഷ്യൻസ് ഇല്ലാത്ത ഒരു മുറി ഞാൻ തപ്പി കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് പേഷ്യൻസ് ഇല്ലാത്ത ഒരു മുറി. കൊള്ളാല്ലേ? ഇത് എനിക്ക് തോന്നുന്നു 2 ഷെയറിംഗ് ആണ് അല്ലേ, 2 ആളുകൾ ഷെയർ ചെയ്യുന്ന മുറി. കസേരയുണ്ട്, പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നൈസ്, വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. ഇതാണ് നമ്മളിപ്പോൾ കയറി കണ്ട ആ ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ്. ഇത് ഈ സ്പിതാലി കത്തോലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തലിക് ഹോസ്പിറ്റൽ എന്നാട്ടോ, അത് ഇവരുടെ ഭാഷയിൽ ആണ് എഴുതിയിരിക്കുന്നത്. സമയം വൈകിട്ട് 5:30 ഇവിടെ വൈകിട്ട് പിള്ളേർ ഭയങ്കര കളിയാണ്. ഇങ്ങനെ ഒരു സാധനം വേണം ഇവിടെ ക്യാമ്പസ് മൊത്തം ചുറ്റി കറങ്ങണം എന്നുണ്ടെങ്കിൽ. അതേ നിൽക്കുന്നത് നമ്മുടെ അച്ഛൻ ഇവിടെ പിള്ളേരോടെ കളിയാട്ടോ. അച്ഛൻ ഇവിടുത്തെ ഒരു റോക്ക് സ്റ്റാർ ആണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഓ, അച്ഛനാണ് ബാക്കിൽ നിൽക്കുന്നത്. ഇത് സ്റ്റാഫും കുട്ടികളും തമ്മിലുള്ള കളിയാണ്. അതായത് ഇവര് സ്റ്റാഫാണ്, അപ്പുറത്തെ കുട്ടികൾ, അപ്പുറത്തെ സൈഡിലെ കുട്ടികളും ഇവര് സ്റ്റാഫും. ഓ, അച്ഛൻ പൊളിയാട്ടോ. ഞങ്ങളിവിടെ ഇരുന്നിട്ട് കളി കാണുവാണ്, അച്ഛൻ്റെ കളി എന്ന് പറഞ്ഞപ്പോൾ 2 ദിവസമായിട്ട് അച്ഛൻ കളിച്ച്. ഇന്നലെ രാവിലെ മുന്നേ പറയുന്നുണ്ട് കളിച്ചിട്ട് കാല് വേനിക്കുന്നു. ഞാൻ വിചാരിച്ചിട്ട് വേറെ എന്തെങ്കിലും കളിയായിരിക്കും. ഇത് ഭയങ്കര സീരിയസ് ഗെയിമാണ് ഇവിടെ. അച്ഛനാണ് മാൻ ഓഫ് ദ മാച്ച്. അതെ, അച്ഛനോട് തകർത്തോണ്ടിരിക്കുകയാണ്. അച്ഛൻ മാത്രമല്ല, ഇവിടെ വേറെ കുറെ അച്ഛന്മാരൊക്കെ ഉണ്ട്, പിന്നെ പിള്ളേരും അച്ഛന്മാരും മക്കളും, അച്ഛനും മക്കളും കൂടെ കളിയാണ്. അപ്പൊ ഇവിടെ സാറന്മാര് കളിച്ച് പിള്ളേരെ തോപ്പിച്ച് അത് തകർത്ത്. എന്തായാലും ഗംഭീര കളിയായിരുന്നു. നിങ്ങള് ഭയങ്കര കളിയാണല്ലോ അച്ഛാ. സത്യം പറ, ഞങ്ങള് കരുതിയില്ല കേട്ടോ സാർ ഇവിടെയാണ് കളിക്കാൻ പോകുന്നത്. ജയിച്ചു. ഞാൻ സാറന്മാരങ്ങനെ പിള്ളേരെ തോപ്പിച്ച്. നല്ല വൈബുള്ളൊരു കോളേജ് സത്യം പറയാണല്ലോ ഫാസിൽ ബ്രോ. നമ്മൾ ഒരുമിച്ച് കുറെ കോളേജുകളിൽ പോയിട്ടുണ്ട്. ആ പോയ കോളേജുകളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും വൈബ് ഫീൽ ചെയ്തൊരു കോളേജ് ഇതാ. ഒരു എക്സലാണോ, അടിപൊളി, ഭയങ്കര പോസിറ്റിവിറ്റിയും. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ക്യാമ്പസ് ഒക്കെ എന്ത് രസമാണ്, എന്ത് കിടില സംഭവമാണ്. ഈ ബിൽഡിംഗ് നോക്കിയ ബ്രോ, ലുക്ക് അറ്റ് ദി ബിൽഡിംഗ്. ഓ മൈ ഗോഡ്, ഇത് എന്ത് കൺസ്ട്രക്ഷൻ ആണിത്? ഇത് കണ്ടാ? ഹോസ്പിറ്റലാണ്. എനിക്കറിയില്ല. ഹോസ്പിറ്റൽ പോലെ ഉണ്ടല്ലോ, മെഡിക്കൽ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. എന്ത് ഇത്, അടിപൊളി, നല്ല ഇത് ഫ്ലാറ്റ് ആണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. ആക്ച്വലി നമ്മളിപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്. അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പിക്കാനായിട്ട് ആരോ ഒരാൾ വന്നിട്ടുണ്ട്. ഇത് ആരാന്ന് എനിക്കറിയില്ല. ഇത് ആരാന്നറിയോ? അച്ഛൻ വന്നല്ലോ. അച്ഛൻ കമാൻ. അച്ഛൻ കളിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിതനായോ? You speak English, I not speak to them. Yeah, we were talking actually. Andiamo. Ma dove? Hotel New York, Daiti. Hotel New York? Daiti. Tu sai di strada di Daiti? Sì. Vai, io lo so la posto. Ok. ഇതാരാ അച്ഛാ ഇത്?
ഇവരെ നമ്മളുടെ രണ്ട് പ്രൈവറ്റ് ടാക്സിക്കാരുണ്ട്. അവരുമായിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി കോൺട്രാക്ട് ഉണ്ട്. അപ്പം ഇവര് പഠിക്കുന്ന പിള്ളേരൊക്കെ ഇങ്ങനെ സെൽഫ് ജോലി ചെയ്യുന്ന. Tu studi con noi o per l'altro? No, io lavoro da voi. Ah, lavoro? Io lavoro. Sì, bene. He says he works with us, no? എന്താ പറഞ്ഞേ? And see, നമുക്ക് രണ്ട് കമ്പനിക്കാരുമായിട്ട് നമുക്ക് കോൺട്രാക്ട് ഉണ്ട് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാഫിനെ കൊണ്ടുപോകാൻ, അതുപോലെ സ്റ്റാഫ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിനെ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ നമ്മളുടെ എക്കണോമി പഠിക്കുന്ന പിള്ളേരുണ്ട്. അപ്പൊ അവൻ അവരുടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. അവൻ വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്നു, പക്ഷെ അവന്റെ പ്രൈവറ്റ് വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നു. This way we can go to Daiti. Okay, Daiti. No, I'm going to take the highway. Okay, Daiti. Bene. ഇത് ഞാൻ എഴുതിയ പുസ്തകമാണ് INB ഡയറീസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്റെ ഫാമിലിയോടൊപ്പം, അതായത് എന്റെ മകൻ 1 വയസ്സായിരുന്നു ആ സമയത്ത് ഞാൻ എന്റെ മകനും എന്റെ അനിയനും എന്റെ ഭാര്യയോടൊപ്പം എത്ര മാസമായിരുന്നു? 8 മാസം ഞങ്ങള് ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ ഈ 3 രാജ്യങ്ങളില് ഞങ്ങളുടെ സ്വന്തം വണ്ടി ഓടിച്ച് ഡ്രൈവ് ചെയ്ത് യാത്ര ചെയ്ത് അതിന്റെ ഒരു അനുഭവങ്ങളും മറ്റുമൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അപ്പോ അച്ഛൻ എന്തായാലും വായനശീലമൊക്കെ ഉള്ള ഒരാളാണെന്ന് എനിക്കറിയാം. അച്ഛന്മാരെല്ലാരും വായിക്കുന്ന ആൾക്കാരാണ്, നമുക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വായിച്ചു നോക്കാൻ സമയം കിട്ടുമ്പോഴത്തേക്കിനും തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്. കാരണം ഞാൻ ചെറുപ്പകാലത്ത് നമ്മുടെ ആരുടെ ഒരു ഓർമ്മക്കുറിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നല്ലോ, അതാരുടെയാണ് ഓർമ്മക്കുറിപ്പ്? കുറെ ആൾക്കാർ നല്ല ഫേമസ് ആയിട്ട് ഞാൻ വായിച്ചു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള സാധനമായിരുന്നു. പക്ഷെ കുറെ കാലം കൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റ് പോയി. അച്ഛൻ എന്താ ഈ പുസ്തകം എഴുതുന്നേ? എനിക്ക് എന്റെ തീസസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുവാ. കാരണം ബിസിനസ് മാനേജ്മെന്റ് ആണ് ഞാൻ ഈ അച്ഛനുണ്ടല്ലോ, ഈ അച്ഛൻ നമ്മൾ വിചാരിക്കുന്നതല്ല. ഈ അച്ഛൻ എത്ര ഡിഗ്രി ഉണ്ടെന്ന് അച്ഛനെ തന്നെ അറിയത്തില്ല. അത്രയും ഡിഗ്രി അച്ഛനുണ്ട്. അതായത് അച്ഛൻ ഇങ്ങനെ ഫുൾ ടൈം പഠിച്ചോണ്ടിരിക്കുക. 47-ാം വയസ്സിലും പഠിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ അച്ഛൻ. പഠനം തീരേണ്ട സമയമാണ്. അതെ, പഠിച്ചോണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോ ഡിഗ്രി. അച്ഛൻ ശരിക്കും എത്ര ഡിഗ്രി ഉണ്ട്? അതൊന്നും പറഞ്ഞ് തള്ളാൻ എനിക്ക് താല്പര്യമില്ല. അയ്യോ ഒന്നും പറയണ്ട. ലൈക്ക് every education has to come to the practical sense. അത്രേ ഉള്ളൂ. എത്ര പഠിച്ചാലും പ്രാക്ടിക്കൽ സെൻസ് വരുമ്പോ പിന്നെ നമ്മൾ കളിച്ചില്ലേ, ഞാൻ എന്റെ വലിയ കളിക്കാൻ, എനിക്ക് എന്റെ ബോഡി അനുസരിച്ച് കളിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഞാൻ ബുദ്ധി ഉപയോഗിച്ചു. എവിടെയാണ് പറ്റുന്നത്, എന്താണ് വീക്ക്നെസ്, അത് പഠിച്ച് മറ്റുള്ളവരുടെ ഇത് പഠിച്ചു, അതനുസരിച്ച് ഞാൻ കളിച്ചു. അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എവരി എഡ്യൂക്കേഷൻ നമ്മൾ ജോലി ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നത് കണ്ടില്ലേ, അപ്പൊ എനിക്ക് വലിയ ലാംഗ്വേജ് സ്കില്ലൊന്നും ഇല്ല എങ്കിൽ പോലും എന്നാ ഞാൻ വലിയ ടെൻഷനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയോ ഒന്നുമില്ല. വളരെ കാമായിട്ട് പല വർക്കുകൾ ഒരേ സമയത്ത് നടന്നു പോകുന്നു. ഓക്കെ, വെരി ഗുഡ്. ഞങ്ങളിപ്പോ തിരാന നഗരത്തിന്റെ സമീപത്ത് തന്നെയുള്ള ഏതോ ഒരു കുന്നിന്റെ മുകളിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നോക്കി എന്ത് രസം നോക്കി, ചില്ലായി ഇവിടെ വന്നപ്പോഴത്തേക്കിനും. അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന സ്ഥലം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ കാണുന്ന ന്യൂയോർക്ക് ഗ്രില്ല് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്. ഇവിടെ നല്ല അടിപൊളി സ്റ്റേക്ക് കിട്ടുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ. ഇതിന്റെ ഓണർ അമേരിക്കയിൽ പോയി സ്റ്റേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു ഇവിടെ വന്ന് സ്റ്റാർട്ട് തുടങ്ങി. അപ്പൊ അമേരിക്കൻ സ്റ്റേക്ക് തന്നെയാണ് ഓക്കെ. ഓ, നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരാനയുടെ ഒരു പനോരമിക് വ്യൂവും ഒപ്പം നമുക്ക് അവിടെ അങ്ങ് ദൂരെ സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടല്ലോ, അടിപൊളി. പക്ഷെ ഇതിപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു, തണുപ്പല്ല, തണുപ്പ് മാറി വരുന്നേ ഉള്ളൂ. ഞാൻ ജാക്കറ്റ് എടുത്തില്ല. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അടിപൊളി, കിടിലൻ. ഇതാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന റെസ്റ്റോറൻറ്റ്. ഇത് കിടിലൻ സ്ഥലമുള്ള ശരി. എൻ്റെ ഡ്രോൺ ഞാൻ മിസ് ചെയ്യുന്നു. ഡ്രോൺ ഉണ്ടായിരുന്ന പറത്തായിരുന്നു നല്ല അടിപൊളിയായിട്ട്. ഞാൻ എന്തായാലും ഡ്രോണൊന്നും എടുത്തില്ല. നല്ല കിട്ടില്ല സ്ഥലം. അങ്ങ് ദൂരെ സൺസെറ്റ് നോക്കിയേ. ആ കാണുന്നതാണ് തിരാന നഗരം. കണ്ടോ, അവിടെ കുറേ കെട്ടിടങ്ങൾ കണ്ടില്ലേ? സോ ദാറ്റ് ഈസ് തിരാന. അവിടെ നമ്മളിങ്ങനെ കുറേ കയറി വന്ന് നമ്മളിങ്ങോട്ട്. ഇവിടെ എവിടെ പോയാലും ഇതേപോലെ തന്നെ വൈൻ, എന്തോരം വൈനാന്നറിയോ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതിനകത്തുനിന്ന് ഏതെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് സിമിലർ ആയിട്ടുള്ള, അതായത് ഓരോ ഭക്ഷണത്തിനും ഓരോ ടൈപ്പ് വൈനുണ്ട്, അങ്ങനത്തെ വൈൻ കഴിക്കും. എന്ത് കിടിലൻ ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് അല്ലേ? അടിപൊളിയല്ലേ? Good. I'm from India. Hi, nice to meet you. The homemade burak ആണ്. Homemade burak, പിന്നെ കുറച്ച് സലാഡ്സ്, ഗോട്ട് ചീസ്. അങ്ങനെ നമ്മുടെ സ്റ്റേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 1 കിലോ വരുന്ന ടീ ബോൺ സ്റ്റേക്ക് ആണ്. കഴിഞ്ഞിട്ടില്ല, ഇത് പകുതിയേ ഉള്ളൂ. ഇത് 2 ഉണ്ട്. പൊളി. ഇതാണ് ടീ ബോൺ സ്റ്റേക്ക് എന്ന് പറയും. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും അതാ അൽബേനിയൻ നഗരം കംപ്ലീറ്റ് ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ തിരാന നഗരം കംപ്ലീറ്റ് ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് ന്യൂയോർക്ക് ഗ്രില്ലിൻ്റെ വേറെ ലൈറ്റ് ഇവിടെ ഉണ്ട്.
നല്ല നല്ല ഫുഡായിരുന്നു, അടിപൊളിയായിരുന്നു വെച്ചാൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല നല്ല സ്റ്റേക്ക്, നല്ല ആംബിയൻസ്. ഇവിടെ എല്ലാം ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ മഞ്ഞ കളറിലെ കാട്ടുപൂവല്ലേ ഇത്? കാട്ടുപൂവാണെന്ന് തോന്നുന്നു. കാട്ടുപൂവാണ് കണ്ടോ, മഞ്ഞ കളറിലെ കാട്ടുപൂ ഇങ്ങനെ ആയി നിൽക്കുന്ന കാട്ടില്ലേ. കംപ്ലീറ്റ് ഇവിടെ എല്ലാം ഉണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് തിരിച്ചു വന്നു. ഞാനേ ആദ്യമായിട്ടാണ് ഒരു കോളേജിനകത്ത് താമസിക്കുന്നത്, യൂണിവേഴ്സിറ്റി കോളേജിൽ താമസിക്കുന്നത്. ബാംഗ്ലൂർ പഠിക്കുമ്പോൾ ഹോസ്റ്റൽ താമസിച്ചില്ല? ഹോസ്റ്റൽ ഞാൻ എന്റെ ഹോസ്റ്റൽ കോളേജിനകത്തായിരുന്നില്ല, പുറത്തായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ്, അല്ല പുറത്താക്കിയതല്ല, ഇങ്ങനെ പുറത്തായിരുന്നു. ഞാൻ ആദ്യമായിട്ടൊരു കോളേജിൽ ഞങ്ങൾ താമസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് പിള്ളേരും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ആയിട്ട് ഒരു 10-20 വർഷം പുറകെ പോയ പോലെ, അല്ല അത് 20 ഒരു 10 വർഷം പുറകെ പോയ പോലെ, അത്രേ ഉള്ളു. അങ്ങനത്തെ ഒരു ഫൈൻ അല്ലേ? നിങ്ങൾക്ക് 50 പോടുന്നു. സോ എന്തായാലും ലൈക്ക് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഡേ. നല്ല പോലെ എൻജോയ് ചെയ്തു. അച്ഛൻ്റെ കൂടെയും ബാക്കിയുള്ള ആൾക്കാരുടെ കൂടെയും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ എന്താ പറയുക, വന്ന് ഇവരുടെ ഒരു ആതിഥേയം സ്വീകരിച്ച് നമ്മളിവിടെ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് താമസിച്ചു. ഇറ്റ്സ് റിയലി ഗുഡ്. നാളെ ഞങ്ങൾക്ക് ഒരു ദിവസത്തെ പരിപാടിയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് നേരെ ദുബായിക്ക് പോകും, എന്നിട്ട് നാട്ടിൽ പോകും. അപ്പോൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളെ പറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ സുജിത് ഭക്തൻ എന്ന് പറഞ്ഞ ചാനലിൽ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് സ്റ്റഡി ലിങ്ക്സ്. നമുക്ക് മെസ്സേജ് അയക്കാം. വി വിൽ ഹെൽപ്പ് യു ഗൈസ്. 3 വർഷം കൊണ്ട് BSc നഴ്സിംഗ് പഠിക്കാം അല്ലേ? ബാച്ചിലർ ഓഫ് നഴ്സിംഗ് എന്നാണ് ഇവിടെ പറയുന്നത്. 3 വർഷം കൊണ്ട് പഠിക്കാം. പിന്നെ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി 3 വർഷം കൊണ്ട് പഠിക്കാം. ഇതെല്ലാം പഠിക്കാമെന്ന് മാത്രമല്ല, ഇവരുടെ സ്ഥാപനത്തിൽ നിന്നും 100% ക്യാമ്പസ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് 100 എംപ്ലോയ്മെന്റ് ആണ്. അതും ഇറ്റലിയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. പിന്നെ മെഡിസിൻ പഠിക്കാനുള്ള ഓപ്ഷൻ കൂടെയാണ്. മെഡിസിൻ പഠിക്കുന്നവർക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യു വിൽ ബി ഏബിൾ ടു വർക്ക് ഇൻ എനി യൂറോപ്യൻ കൺട്രീസ് എന്നുള്ളതാണ് മെഡിസിൻ പഠിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ്, MBBS. അപ്പോൾ അങ്ങനെ 3 ഓപ്ഷനുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസിന് നമ്മളെ കോൺടാക്ട് ചെയ്യാം. സീ യു ഗൈസ് ടുമോറോ വിത്ത് അനദർ വീഡിയോ. ബൈ. ഗുഡ് നൈറ്റ്.